അള്ളാന്റെ കൽപ്പന ഓർമ്മയുണ്ടല്ലോ സഹോദരിമാർ, മറന്നുപോകരുത്. നമസ്കരിക്കാൻ നിങ്ങളെ കുടുംബത്തോട് നിങ്ങൾ കൽപ്പിക്കുക. നിങ്ങൾ നമസ്കരിക്കാൻ കൽപ്പിച്ചാൽ മാത്രം പോരാ, അവരെ നമസ്കരിച്ച് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ക്ഷമ നിങ്ങൾ കൈകൊള്ളുകയും വേണം. ചില ആൾക്കാരിങ്ങനെ, അത് 10 വയസ്സ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. 10 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, നിസ്കരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പറഞ്ഞു വിട്ടാ പോരാ. 10 വയസ്സ് വരെ കൽപ്പിച്ചുകൊണ്ടിരിക്കുക, പോടോ പള്ളിയിലേക്ക് എന്ന് പറയാ, ഇടക്കിടക്ക് കൂടെ കൊണ്ടുപോകുക, ഇടക്കിടക്ക് ഓതോക്ക് പഠിപ്പിക്കുക, ഓതോക്ക് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? പിന്നെ 10 വയസ്സായി കഴിഞ്ഞാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അള്ളാന്റെ കൽപ്പന ക്ഷമ കൈകൊള്ളണം. കാരണം ക്ഷമ കൈകൊള്ളാതെ നിസ്കരിപ്പിക്കാൻ പറ്റൂല. കുട്ടികളെ എണീപ്പിച്ച് ഇരുത്തി ഹമ്മാമിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ മഗ്സലയിലേക്ക് കൊണ്ടുപോയി ഒതു പിടിപ്പിച്ച് നിസ്കരിപ്പിച്ച് കണ്ടിട്ടേ സമാധാനം വരാൻ പാടുള്ളൂ. അവിടെ നിന്നും വേദനിപ്പിക്കുന്ന അടിയൊന്നും പസാക്കരുത്. നമുക്കൊക്കെ സംസാരത്തിന് മുമ്പ് വരല് കയ്യാണ്, മുമ്പ് പൊങ്കല് കയ്യാണ്. അതൊന്നും പൊങ്ങരുത്. കുട്ടികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കാൻ വേണ്ടി കൽപ്പിച്ച രംഗമാണ് 10 വയസ്സായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പരിക്കേൽപ്പിക്കുന്ന ആ ശത്രുക്കളെ ഇടിക്കുന്ന രൂപത്തിലുള്ള ഇടിയൊന്നും അല്ല. ചില ആൾക്കാരൊക്കെ കുട്ടികളെ ഇടിച്ചാൽ ഇടിക്കൊണ്ട താഴെ നിലംപതിക്കല കുട്ടി. ആ സൈസ് ഇടിയൊന്നും ഇടിക്കാൻ പാടില്ല. വെറും പേടിപ്പിക്കാനുള്ള ഇടിയാണ് ഇസ്ലാം പറഞ്ഞത്, പരിക്കേൽപ്പിക്കാത്ത ഇടിയാണ്. അതെന്തിനാണ്? അവര് ഇനി മേലിൽ നമസ്കരിക്കാനുള്ള നിർബന്ധം അവരിൽ ഉണ്ടാവാൻ വേണ്ടിയാണ്. അതും കൃത്രിമം വരുത്തിയാൽ മാത്രമാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ ക്ഷമ കൈകൊള്ളണം എന്നുള്ള കൽപ്പിച്ച കൽപ്പന അത് നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അങ്ങനെ ക്ഷമ കൈകൊണ്ട് കുട്ടികൾക്ക് ശിക്ഷണം നൽകുന്ന വിഭാഗത്തിൽ നമ്മുടെ സഹോദരിമാരെയും നമ്മയും അല്ലാഹു പെടുത്തുമാറാകട്ടെ.